ക്രൈസ്തവ ജീവിതശൈലി സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി സഭയ്ക്കും സമൂഹത്തിനും വേണ്ടപ്പെട്ടവരാകണം യുവജനങ്ങളെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പാലാ രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെന്റ് തോമസ് കോളേജ് മൈതാനത്ത് നടത്തിയ യുവജന സംഗമം എൽറോയ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ കർദിനാൾ. യുവജനങ്ങളെ ആത്മീയമായി നവീകരിക്കുകയും ഐക്യത്തിലും സമുദായ സ്നേഹത്തിലും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പാലാ രൂപത സംഘടിപ്പിച്ച യുവജന സംഗമം എൽറോയ് ശ്രദ്ധേയമായി. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് ലോകത്ത് എവിടെ പോയാലും യുവജനങ്ങൾ നേതൃത്വം നൽകണമെന്നും സഭയുടെ ദൗത്യം പേറുന്നതിനോടൊപ്പം രാഷ്ട്രീയ അവബോധവും രാജ്യസ്നേഹവും ഉണ്ടാകണമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ഈ രാഷ്ട്ര അവബോധം നമുക്കുണ്ടാകണം. നമ്മളിവിടെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളവരാരും മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്തിന്റെ വിധാതാക്കളാണ്. ഈ രാജ്യത്തിൻ്റെതായ നിർമ്മിതിയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടേതായ ദൗത്യം നിർവഹിക്കുവാൻ കൂട്ടുനിൽക്കുന്നവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ക്രൈസ്തവ വ്യക്തിത്വം അത് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള അവബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരാകണമെന്നില്ല. എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കുചേർന്ന് ഇലക്ഷനിൽ മത്സരിച്ച് ജനപ്രതിനിധികളായിട്ട് ഭരണകർത്താക്കളായിട്ട് മാറണമെന്നൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്നേഹം അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കും. That the fact that we are citizens of India must be marked in every Christian young man and woman in that country. ഇത് നമ്മളുടെ എല്ലാവരുടെയും വ്യക്തിത്വങ്ങളിൽ അലിഞ്ഞു ചേരേണ്ട ഒരു വസ്തുതയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് അതിന്റെ അനുശാസനങ്ങൾക്കൊപ്പം ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുനർനിർമ്മിതിയിൽ അതിന്റെ പുരോഗതിയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കണം. വിശ്വാസ ജീവിതത്തിലുള്ള ബോധ്യമാണ് യുവജനങ്ങളെ നയിക്കേണ്ടതെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. നസ്രാണി സഭയുടെ അടയാളങ്ങൾ സംരക്ഷിക്കുവാനും കൈമാറുവാനും യുവജനങ്ങൾക്ക് കഴിയണമെന്നും അന്ധമായ അനുഷ്ഠാനങ്ങളെക്കാൾ ആഴമായ വിശ്വാസ അനുഭവങ്ങളാണ് ജീവിതത്തെ ദീപ്തമാക്കുന്നതെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. നമുക്ക് കൊടുക്കാൻ എന്തോ ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി ഏത് ലക്ഷ്യകരമായ യാത്രയും നമ്മൾ നടത്തണം. അപ്പോഴാണ് ഈ യൂത്ത് എന്താണെന്നും യൂത്തിന് ആരെയാണ് കൊടുക്കാനുള്ളതെന്നും യൂത്തിന് കൊടുക്കാനുള്ള വലിയവരെ പറഞ്ഞു ഈശോയാണ്. അതിനുവേണ്ടിയാണ് അമ്മ അപ്രകാരം പോയത്. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, യൂത്ത് സങ്കീർത്തനം 144:12 പോലെയാണ്. രാജമന്ദിരത്തിലെ അലങ്കൃതമായ തൂണ് പോലെ. തൂണ് ഒടിഞ്ഞാൽ കെട്ടിടം പോയി. തൂണ് ഒടിഞ്ഞു പോകാതെ എല്ലാ എഞ്ചിനീയർമാരും നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് രാജമന്ദിരത്തിലെ അലങ്കൃതമായ തൂണ് പോലെ എന്ന് പറഞ്ഞാൽ ഈ സഭ അതിന്റെ പൈതൃകത്തിൽ നശിച്ചു പോകാതെ, ഒടിഞ്ഞു പോകാതെ, കുഞ്ഞിപ്പോകാതെ അതിനെ താങ്ങി നിർത്തുന്ന ശക്തിയുള്ള കരങ്ങളായിട്ട് വർത്തിക്കേണ്ടത് യൂത്താണ് എന്നുള്ളൊരു ധ്വനിയാണ്. മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, മുഖ്യവികാരി ജനറൽ മോൺസിനൂർ ഡോക്ടർ ജോസഫ് തടത്തിൽ, വികാരി ജനറൽമാരായ മോൺസിനൂർ സെബാസ്റ്റ്യൻ വെയ്ത്താനത്ത്, മോൺസിനൂർ ഡോക്ടർ ജോസഫ് മലയപ്പറമ്പിൽ, മോൺസിനൂർ ജോസഫ് കണിയോടിക്കൽ, SMYM രൂപത ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി, രൂപത പ്രസിഡന്റ് എഡ്വിൻ ജോസി, ഫാദർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ, ഫാദർ ജോർജ് പുല്ലുകാലയിൽ എന്നിവർ പ്രസംഗിച്ചു. 10,000-ലേറെ യുവജനങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. ഫാദർ വിൻസൻ മൂങ്ങാമാക്കലിന്റെ നേതൃത്വത്തിൽ ആരാധന നടത്തി. ചലച്ചിത്ര താരം സിജോയ് വർഗീസ് യുവജനങ്ങളുമായി സംവദിച്ചു. രൂപതയിലെ യുവജന സംഘടനകളുടെയും ഇടവകകളുടെയും പങ്കാളിത്തത്തോടെ നടത്തിയ യുവജന സംഗമത്തിലെ പ്രഭാഷണങ്ങളും ആരാധനയും മ്യൂസിക് ബാൻഡും ശ്രദ്ധേയമായി. ഷിഗ്ന ന്യൂസ്, കോട്ടയം.